നമ്മുടെ നാടിൻ്റെ ഭാവിയെ നിർണയിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുമ്പിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പലരും മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ലോകത്തിനു മുമ്പിൽ മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ളവർ പോലും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ചില ഇബാദത്തുകളിൽ, ചില ആരാധനാ കർമ്മങ്ങളിൽ, അത് ഏത് മതമാകട്ടെ, ചില പൂജാ വഴിപാടുകളിൽ മാത്രം പരിമിതമാണ് എന്നും മറ്റു മേഖലകളിലേക്കൊന്നും മതം ഇടപെടേണ്ടതില്ല, അവിടെയൊന്നും മതത്തിന് റോളില്ല എന്നുമാണ് പലപ്പോഴും പലരും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. നിങ്ങൾ പള്ളിയും അമ്പലവും ചർച്ചുമൊക്കെ നിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കകത്തുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവിടുത്തെ നമസ്കാരവും ഇവിടുത്തെ തറാവീഹും പള്ളിക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കാര്യങ്ങളും, അമ്പലമാണെങ്കിൽ അമ്പലത്തിലെ പൂജയും വഴിപാടും കർമ്മങ്ങളും, അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ മതത്തിൻ്റെ ആളുകൾ ഇടപെട്ടാൽ മതി. മറ്റു ഭൗതിക പല വിഷയങ്ങളിലും മതം ഇടപെടേണ്ടതില്ല, അവിടെ മതങ്ങൾക്ക് പ്രത്യേക കാഴ്ചപ്പാടും ഇല്ല എന്നൊക്കെയാണ് പലപ്പോഴും മതത്തിൻ്റെ വക്താക്കൾ പോലും പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ. ഇപ്പം നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്, ഇസ്ലാമിൻ്റെ വർത്തമാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൻ്റെ ഷർത്തും ഫറളും പഠിപ്പിച്ച അതേ ഇസ്ലാം ആരാധനാരംഗത്തും കുടുംബരംഗത്തും സാമ്പത്തിക രംഗത്തും വ്യക്തിജീവിതത്തിലുമൊക്കെ നിങ്ങൾ എങ്ങനെയാകണം, എങ്ങനെയാവരുത് എന്ന് കൃത്യമായ നിയമനിർദ്ദേശങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയ അതേ ഇസ്ലാം തീർച്ചയായും രാഷ്ട്രീയ രംഗത്തും ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിട്ടും സാമൂഹിക വിഷയങ്ങളിലുമൊക്കെ അതേപോലെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളും നിലപാടുകളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാത്ത ഒരു മേഖലയുമില്ല എന്നാണ്. എവിടെയാണെങ്കിലും കൃത്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും പറഞ്ഞിട്ടില്ലാത്ത ഒരു മേഖലയുമില്ല ഇസ്ലാമിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുറൈശി പ്രമാണിമാർ റസൂലിനെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് പറയുന്നൊരു വർത്തമാനം ഇങ്ങനെയായിരുന്നു: മുഹമ്മദ് അവൻ്റെ ആളുകൾക്ക് എങ്ങനെ ടോയ്ലറ്റിൽ, എങ്ങനെ കക്കൂസിൽ പോകണമെന്ന് പോലും പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് കളിയാക്കി പറയാറുണ്ടായിരുന്നു. അത് കളിയാക്കലാണെങ്കിലും സത്യം തന്നെയാണല്ലോ. നിങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ പ്രവേശിക്കണം, എന്ത് ചെല്ലണം, ഏത് കാലാദ്യം വെക്കണം, തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരണം, നിങ്ങൾ എങ്ങനെ തുപ്പണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം എന്നിങ്ങോട്ട് തുടങ്ങി ഏറ്റവും ചെറുതെന്ന് നമ്മൾ കരുതുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ട് വന്ന് കുടുംബജീവിതത്തിൽ, അയൽവാസികളോടുള്ള ബന്ധത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ, ഒരു രാഷ്ട്രത്തിൽ, എന്നൊരു ഭരണ സംവിധാനത്തിൽ എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം കൈവയ്ക്കാത്ത, പറഞ്ഞു കൊടുക്കാത്ത, നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാത്ത ഒരു മേഖലയുമില്ല നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനെ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ എന്ന് പറയാനുള്ള കാരണം അതാ.
അത് പള്ളിയിലെ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ജുമായും ഖുതുബയൊക്കെ നടക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും മാത്രമല്ല ഇസ്ലാം പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ചെറുതെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ മുതൽ അവിടെ അങ്ങോട്ട് പോയി ഒരു ഭരണകൂടത്തിന് നൽകേണ്ടുന്ന നിർദ്ദേശങ്ങൾ വരെ അള്ളാഹുവിനെ ദീനുൽ ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിനെ അതൊരു സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പലരും പറയുന്നത് പോലെയും പ്രചരിപ്പിക്കുന്നത് പോലെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയും മതം ഇസ്ലാം എന്ന് പറയുന്നത് അത് ചില എണ്ണിച്ചുട്ട ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് വളരെ വിശാലമാണ്. നമ്മൾ നമസ്കാരത്തിലൂടെ പടച്ച റബ്ബിനോട് ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ടല്ലോ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ വജ്ഹത്തു എന്ന് പറയുന്ന ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്ന പ്രാർത്ഥന, ആ ഒരു കരാർ, അതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു വർത്തമാനം എന്താ? ഇന്ന സ്വലാത്തി, പടച്ച റബ്ബേ എന്റെ നമസ്കാരം, വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരം മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ മാത്രമല്ല, എൻ്റെ ജീവിതം മാത്രമല്ല, വമമാതി, എൻ്റെ മരണം പോലും പടച്ച റബ്ബേ നിനക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല, അവൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവൻ മരിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലായിരിക്കും, ആ പടച്ച റബ്ബിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഈ പറഞ്ഞത്. ഇതെന്തെന്നാ? നമ്മൾ പടച്ച റബ്ബിനോട് പറയുന്നൊരു പ്രതിജ്ഞയാണത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ ഇതേപോലുള്ള ഇത്തരം മിമ്പറുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള സമാന മിമ്പറുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തോട്, ജനങ്ങളോട് സത്യസന്ധമായി വിളിച്ചു പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും അത്തരം ആളുകൾക്കെതിരെ, അത്തരം പള്ളി മിമ്പറുകൾക്കെതിരെ, അത്തരം പള്ളികൾക്കെതിരെയൊക്കെ പല മിമ്പറുകളിൽ നിന്നും പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പോലും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, മറ്റു പല സാഹചര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഇത്തരം പള്ളികളെക്കുറിച്ച്, അതിൻ്റെ ആളുകളെക്കുറിച്ച്, മിമ്പറുകളെക്കുറിച്ചൊക്കെ അവിടെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, അവിടെ അനൈക്യമുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള അധർമ്മത്തിനും വളം വെച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ ഖുർആനും ഹദീസും ഒക്കെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പറയുന്നതൊക്കെ ഇത്തരം പശ്ചാത്തലത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, റസൂലിൻ്റെ കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലും ഒരളവോളം ഇസ്ലാമിൻ്റെ സന്ദേശം, ഇസ്ലാമിൻ്റെ പ്രചരണം മറ്റുള്ള ആളുകളിലേക്ക് എത്തിയത് ഇസ്ലാമിനെ എതിർക്കുന്നവരുടെ കൈകളിലൂടെയായിരുന്നു. അതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്. ഏതെങ്കിലും ചില മേഖലയെ എടുത്ത് മാത്രം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും, നമസ്കാരത്തിന് ഷർത്തും ഫർളും പറഞ്ഞ അതേ ഇസ്ലാം നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയായിരിക്കണം, ഒരു പൊതുസമൂഹത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം, ഒരു ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ തൗഹീദിൽ വെള്ളം ചേരുക പ്രധാനമായിട്ട് രണ്ട് മേഖലയിലാണ്. ഒരു മനുഷ്യൻ്റെ തൗഹീദിൽ വെള്ളം ചേരുന്നത് പ്രധാനമായും രണ്ട് മേഖലയിലാണ്. ഒന്ന് ആരാധനാ രംഗത്താണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് കൊടുക്കേണ്ടതൊക്കെ മറ്റു പലർക്കും ആരാധനാ രംഗത്ത് കൊടുക്കുക, അവിടെയൊക്കെയും നമ്മുടെ തൗഹീദിന് കളങ്കം സംഭവിക്കും. രണ്ടാമത് മറ്റൊരു രംഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരമാധികാരം വകവെച്ച് കൊടുക്കുന്ന മേഖലയിലാണ്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടുന്ന പരമാധികാരം നിങ്ങൾ മറ്റു വല്ല സംവിധാനങ്ങൾക്കും നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ തൗഹീദിന് കളങ്കപ്പെടലാണ്, അത് തൗഹീദിൽ വെള്ളം ചേരലാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്ന ഈ ചില നേരത്തെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഇന്ന സ്വലാത്തി വനുസുകി, ഈ ആയത്തൊക്കെ വെച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നൊരു വർത്താനം എന്താണെന്നറിയോ? നമ്മൾ ശരിക്കും ഗൗരവത്തോടു കൂടി ഒന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ വേണം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതികളും നിലപാടുകളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ
അവൻ്റെ നിലപാടെന്തായിരിക്കണം എന്നായി പറയണത്. ഇത്തരം ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവാണ് പരമാധികാരി എന്നതുകൊണ്ട് തന്നെ അവനാണ് അവൻ്റെ സൃഷ്ടികൾക്ക് മേലുള്ള നിയമങ്ങളും നിർമ്മാണങ്ങളും നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെതല്ലാത്തൊരു നിയമവും സിസ്റ്റവും ലോകത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നത്, അത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ അത് ഇസ്ലാമികമല്ല, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. കാരണം അള്ളാഹുവാണ് പരമാധികാരി. ആ പരമാധികാരിയായ പടച്ചറപ്പാണ് ഇവിടെ നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും നടത്തേണ്ടത്. അങ്ങനെയല്ലെങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ, ഈ സൃഷ്ടി സമൂഹത്തിൻ്റെ ദുരന്തമായിരിക്കുമെന്നാണ്. ഒരു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു കമ്പനി ഒരു സാധനം പുറത്തേക്ക് ഇറക്കുമ്പോൾ, ഒരു കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് പുറത്തിറക്കുകയാണ്. അത് പുറത്തിറക്കുമ്പോൾ ആ സാധനം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടതും ആ കമ്പനി തന്നെയാണല്ലോ. എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടതും ആ കമ്പനിയാണ്. അതുകൊണ്ട് നമ്മൾ സാധനം വാങ്ങുമ്പോൾ, ഒരു ഇലക്ട്രോണിക് മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ കിട്ടും, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അത് വെച്ചിട്ട് അത് ഉപയോഗിക്കേണ്ടത്. ഒരു കമ്പനി ഒരു സാധനം പുറത്തിറക്കുകയും മറ്റൊരു കമ്പനി അതിന് നിയമം പറയുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? ആ ഉപകരണത്തിൻ്റെ ദുരന്തമായിരിക്കും അല്ലേ? നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയ വീട്ടിൽ, എന്നിട്ട് ഉപയോഗിക്കാനുള്ള മാനുവൽ നോക്കണത് ഏതാണെന്നറിയോ? വേറൊരു കമ്പനീൻ്റെ പുസ്തകം എടുത്തിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണം നോക്കണത്. എന്താ സംഭവിക്കുക? ആ വാഷിംഗ് മെഷീൻ്റെ തകർച്ചയായിരിക്കും, ദുരന്തമായിരിക്കും. ഇത്രയുള്ള കാര്യം. ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ സംവിധാനിച്ചത്, അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ പരമാധികാരും അതിൻ്റെ സട്ടാവും പടച്ചവരാണെങ്കിൽ ഇവിടെ എന്ത് നടക്കണം, എന്ത് നടക്കണ്ട, ഇവിടേക്കുള്ള നിയമനിർമ്മാണങ്ങളും നടത്തേണ്ടത് പടച്ചറബ്ബാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ നിയമങ്ങളും സംവിധാനങ്ങളും വരാൻ നമ്മൾ പണിയെടുക്കുമ്പോൾ അത് ഈ സമൂഹത്തിൻ്റെ ദുരന്തമായിരിക്കും, സമൂഹത്തിന് നാശമായിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വശമൊന്നും ആരും ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. നമ്മുടെ നാട്ടിലുള്ള പള്ളി മിമ്പറുകളിൽ നിന്ന് ഇത്തരം വശം പലപ്പോഴും ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമസ്കരിക്കലാണ്, നോമ്പെടുക്കലാണ്, പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകലാണ്, കുറെ ദിക്ർ മൗറാദും ചെല്ലലാണ്. അതിനപ്പുറം ഇങ്ങനെയും ചില വശങ്ങളുണ്ട് എന്നും അതും ദീനിൻ്റെ ഭാഗമാണ് എന്നും അതിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തൗഹീദ് വരെ അപകടത്തിലാകുമെന്നൊന്നും അത്തരം ആളുകൾ പറയുകയോ ഉപദേശിക്കുകയോ ചെയ്യാറില്ല. അത്രത്തോളം ഇസ്ലാമിനെ അരികുവൽക്കരിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആരാധനാ രംഗത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കും നടപ്പിലാക്കുകയും ചെയ്യാം. മറ്റു രാഷ്ട്രീയ മേഖലയിൽ മറ്റു വല്ല സൃഷ്ടികളും എഴുതി വെച്ച നിയമങ്ങളും നിർമ്മാണങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഈ വൈരുദ്ധ്യം ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എന്നുവെച്ചാൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കും, ഹജ്ജിന് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കും, ഞാൻ നോമ്പെടുക്കുമ്പോഴോ അവിടെയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, ഖുർആൻ ഹദീസ് പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിക്കും. എന്നാൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴോ എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണം? ഞാൻ ആർക്ക് വേണ്ടി കൊടുപിടിക്കണം, ആർക്ക് വേണ്ടി പിടിക്കരുത്, എന്തിനു വേണ്ടി ഞാൻ രംഗത്തിറങ്ങണം, ഏതിനു വേണ്ടി അധ്വാനങ്ങൾക്ക് ഞാൻ ചെലവഴിക്കണം, എൻ്റെ മരണം പോലും ഏത് മാർഗത്തിലായിരിക്കണം, അതിലൊന്നും നിങ്ങൾ ഇസ്ലാം പറയാൻ വരണ്ട, അതിലൊന്നും മതം പറയാൻ വരണ്ട, അവിടെയൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം, ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇത്തരമൊരു കാഴ്ചപ്പാട് അത് വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. കാരണം ദുനിയാവെന്നില്ലെങ്കിൽ നാളെ അവസാനിക്കും, പിന്നെ ശാശ്വതമായ പരലോകം നമുക്കുള്ളത്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഇത്തരം ചില നിലപാടുകളിലൊക്കെയും ഗൗരവപ്പെട്ട ചിന്തകളും പുനർവിചിന്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് എന്നാണ്. സത്യവിശ്വാസി ഒരു രാവും പകലും അവൻ ആഗ്രഹിക്കേണ്ടത്, അവൻ പ്രാർത്ഥിക്കേണ്ടത്, അവൻ പണിയെടുക്കേണ്ടത് ഏതെങ്കിലും മനുഷ്യനിർമ്മിത അപൂർണങ്ങളായ നിയമങ്ങൾ ഈ ലോകത്തുണ്ടാകണം എന്നതല്ല. പിന്നെ നീതിയും സമത്വവുമൊക്കെ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന പടച്ചറബിൻ്റെതായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകണം, പുലരണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന നീതിയും സമത്വവുമുള്ള ഒരു ലോകത്തെ പടുത്തുയർത്താനാണ് പ്രാദേശിക തലം മുതൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടത്. അത്തരമൊരു ലോകക്രമം പുലരുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഗ്ദാനം കൂടിയാണ്. ഇത് വെറുതെ പറയണതല്ല. അത്തരത്തിലുള്ള ഒരു ലോകക്രമം, നീതിയും സമത്വവുമുള്ള, അഴിമതിയില്ലാത്ത, അക്രമങ്ങളില്ലാത്ത, ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന
ഒരു ഭരണകൂടത്തിൻ്റെയും കീഴിൽ നെരുങ്ങിയമർന്ന് ജീവിക്കേണ്ടതില്ലാത്ത നല്ലൊരു കാലഘട്ടം വരുമെന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ വാഗ്ദാനം കൂടിയാണല്ലോ. ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, ഇന്നല്ലാഹ സവ്വാലില്ല, അള്ള എനിക്ക് ഭൂമി ഇങ്ങനെ ചുരുട്ടി കാണിച്ചു തന്നു എന്നാണ്. നമ്മൾ പന്ത് കയ്യിലെടുക്കുന്നത് പോലെ, ക്രിക്കറ്റ് ബോളൊക്കെ കയ്യിലെടുക്കുന്ന പോലെ അള്ള ഭൂമി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നബിക്ക് കാണിച്ചു കൊടുക്കുക. ഒരു ചിത്രീകരണമാണ്. അള്ള ഭൂമി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി കാണിച്ചു കൊടുത്തു. ഫറഅയ്തു മശാരികഹ വമഗാരിബഹ, അതിൻ്റെ കിഴക്കും പടിഞ്ഞാറൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ ഭൂമി മുഴുവൻ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഫഇന്ന ഉമ്മത്തി സയബ്ലുഉ മുൽകുഹ മാ സുബില മിൻഹ, എൻ്റെ ഉമ്മത്ത്, അതിൻ്റെ അധികാരം, അവരുടെ മുലൂക്കിയത്ത് അതെത്തും. എവിടെ? എനിക്ക് ചുരുട്ടിക്കാണിച്ചെന്ന ഭാഗത്തൊക്കെയും അതെത്തും. ഇസ്ലാമിൻ്റെ നിലപാടുകളും സന്ദേശങ്ങളും എത്താത്തൊരു കുടിലും കൊട്ടാരവും ലോകത്ത് അവശേഷിക്കില്ല എന്നൊക്കെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന ചില സൂചനകളും ചില വാഗ്ദാനങ്ങളും ഒക്കെയാണ്. ഇത് നമ്മളിങ്ങനെ പള്ളിയിൽ വന്നിങ്ങനെ ഇരുന്ന് നിസ്കാരം നോമ്പായിട്ട് മാത്രം കഴിഞ്ഞുകൂടിയാൽ ഇത് പുലരൊന്നുമില്ല. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പണിയെടുത്താലേ അത്തരമൊരു ലോകക്രമത്തെ ഉണ്ടാക്കിയെടുക്കാൻ വിശ്വാസികളായി നമുക്ക് കഴിയൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് വിവേകത്തോടെയും സത്യസന്ധതയോടെയും ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ നമുക്ക് സമീപിക്കാൻ കഴിയണം. എത്തരം ആളുകളെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്? നമ്മുടെ വളരെ വിലപ്പെട്ട വോട്ട് അതൊരു സാക്ഷ്യപ്പെടുത്തലായി മാറണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ അധികാരം എന്ന് പറയുന്നത് ഒരു സ്ഥാനമോ നേട്ടമോ അല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു അമാനത്താണ്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് അധികാരം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ വാർഡ് മെമ്പർ ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഇനി മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഒക്കെ ഏത് സ്ഥാനമാകട്ടെ, അധികാരം എന്ന് പറയുന്നത് അതൊരു സ്ഥാനമോ നേട്ടമോ അല്ല. ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ നിങ്ങളും ഉൾക്കൊള്ളുന്ന നാട്ടിലെ ഓരോ പൗരനും കൃത്യമായ പങ്കും കടമയുമുണ്ട്. ഒരു പടി കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ദീനീപരമായ കടമ കൂടിയാണത്. ദീനീപരമായ എന്ന് വെച്ചാൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ വിശ്വാസപരമായ കടമയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആരെയാണ് നമ്മൾ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ വാർഡ് അത് നന്നാക്കുവാനും അതിലെ ഏറ്റവും പാവപ്പെട്ടവന് വരെ ആശ്വാസം നൽകാനും നീതിയും ധർമ്മവും സ്ഥാപിക്കാനുമൊക്കെ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ കേവലമായ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നവരെയല്ല. വാഗ്ദാനങ്ങൾ നൽകാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. നൽകാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാ. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ കുട്ടികളോട് പോലും ചെയ്യാൻ പാടില്ല എന്നാ. വീട്ടിൽ സ്വന്തം മക്കളോട് പോലും കൊടുക്കാൻ പറ്റാത്ത കാര്യം കൊടുക്കാന്ന് പറയരുത് എന്നാ. ഒരിക്കലും ഉമ്മ കുട്ടിനെ വിളിക്കുകയാണ് റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട്, ഈത്തപ്പഴം തരാമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത്. അപ്പോൾ റസൂൽ ചോദിച്ചു, നീ കുട്ടിക്ക് അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല റസൂലെ, അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാ. ചെയ്യരുത്, കളവാണ്, വഞ്ചനയാണ്, ചെയ്യാൻ പാടില്ല എന്നാ. അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, രാഷ്ട്രീയ രംഗത്തും അങ്ങനെ തന്നെയാണ്. അവിടെ എന്തും ആകാമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് മതം വരണ്ടെന്ന് പറയാൻ കാരണം എന്താ? രാഷ്ട്രീയ രംഗത്തേക്ക് മതം വരണ്ട എന്ന് മുസ്ലിം നാമധാരികൾ പോലെ എന്തിനാ പറയണമെന്നറിയോ? അങ്ങോട്ട് മതം വന്നാൽ മതത്തിൻ്റെ ഇടപെടലുണ്ടാകും, അതിന് നിയന്ത്രണങ്ങളുണ്ടാകും, അതിൻ്റെ നിയമങ്ങളുണ്ടാകും. അഴിമതി കാണിക്കാൻ പറ്റൂല, കള്ളത്തരം കാണിക്കാൻ പറ്റൂല, വെട്ടിപ്പ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം ചില നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ അവിടെ പറയേണ്ടി വരും. അപ്പോൾ അത് അത്തരം ആളുകൾക്ക് പ്രയാസമാകും. അതുകൊണ്ട് ഇങ്ങോട്ട് നിങ്ങളൊന്നും നോക്കേണ്ടതില്ല, ഇവിടെ ഞങ്ങളൊക്കെ ചെയ്തു കൊള്ളാം, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാട്ടിക്കൊള്ളാം, ഇവിടെ മതം വന്ന് തലട്ടിട്ട് അവിടെ നിയമമൊന്നും പറയാൻ വരണ്ട. ഇതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നവരാകാൻ പാടില്ല എന്നാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് വാക്ക് കൊടുത്താൽ അത് നടപ്പിലാക്കി പാലിച്ചു കൊടുക്കുമെന്നുള്ളവർക്ക് നമ്മുടെ വിലപ്പെട്ട വോട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സാക്ഷ്യപ്പെടുത്തലാണ്. ഇതിൻ്റെ ദീനീവശം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ വോട്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഈ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ? ഇതൊക്കെ പൊതുസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. പള്ളി മെമ്പറുകൾ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. സംസ്ഥാനങ്ങളിൽ ഇത് വരണം. വോട്ട് ചെയ്യാൻ പോവുക, വോട്ട് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചെയ്യാറെന്നല്ല, അത് സമയം ഉണ്ടെങ്കിൽ അവസാനം പറയും. അപ്പോൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്
അതിനൊരു ദീനീ വശം എന്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക്. ഒന്നാമത് പറയുന്നത് വോട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാക്ഷ്യപ്പെടുത്തലാണ്. എന്ത് സാക്ഷ്യപ്പെടുത്തലാണ്? ഒരു ഷഹാദത്താണത്. നമ്മൾ സാക്ഷ്യപ്പെടുത്തുക, റബ്ബിന്റെ മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വരും. അതെന്താണെന്നറിയോ? നമ്മുടെ വോട്ട് ഇന്ന വ്യക്തിക്ക് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നു, ഇന്ന വ്യക്തി ഈ സ്ഥാനത്തിന് യോഗ്യനാണ്, ഇയാളാണ് ഞങ്ങളെ ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ എന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സാക്ഷ്യമാണ് നമ്മളെ വോട്ട് എന്ന് പറയുന്നത്. യോഗ്യനല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റു പലതും പരിഗണിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നതെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. മറ്റു പലതും പരിഗണിച്ചുകൊണ്ട് യോഗ്യനല്ലാത്തൊരുത്തനാണെന്ന് ബോധ്യമുണ്ട്, എന്നിട്ടും നമ്മൾ മറ്റു പലതും പരിഗണിച്ചുകൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കുകയാണെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. എന്താ ഉത്തരം പറയേണ്ടി വരിക? തീർത്തും യോഗ്യനല്ലാത്ത ഒരുത്തനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്തതിന്. ഇത് വെറുതെ കൊണ്ടിട്ട് വിരലിൽ മഷി വെട്ടൽ മാത്രമല്ല, തീർത്തും യോഗ്യനല്ലാത്ത ഒരുത്തനെ ആ സ്ഥാനത്തേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നതിന് നാളെ പടച്ചറബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നമ്മളെ വിശ്വാസപ്രകാരം കളവായി സാക്ഷി പറയുക എന്നത് വലിയ പാപം, കള്ളസാക്ഷ്യം പറയുക എന്നത് വലിയ പാപമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ. എന്തായി പറഞ്ഞത് മനസ്സിലായോ? കഴിവില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിവില്ലാത്തവനെ അവൻ കഴിവുള്ളവനാണ്, സമർത്ഥനാണ് എന്ന് കള്ളസാക്ഷ്യം പറയുന്നതിന് തുല്യമാണ്. അപ്പൊ അതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. വെറുതെ അങ്ങോട്ട് വോട്ട് ചെയ്യലല്ല, ഇതൊക്കെ ദീനീ കടമയാണ്. ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോ സാക്ഷ്യപ്പെടുത്തൽ മാത്രമല്ല, ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിയെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് തിരഞ്ഞെടുത്തയക്കുക എന്ന വളരെ ഭാരിച്ചൊരു പണിയാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ചെയ്യണത്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സാക്ഷ്യമാണ്, റബ്ബിന്റെ മുമ്പിൽ അത് വരും. ഈ ബോധം പോളിംഗ് ബൂത്തിൽ പോകുമുണ്ടാകണം എന്നാണ് ഈ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങൾ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന അടിസ്ഥാന ഗുണങ്ങൾ സ്ഥാനാർത്ഥികൾക്കുണ്ടോ നമ്മളിങ്ങനെ ആലോചിക്കണം. കോമൺ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക, അത്തരം ഗുണങ്ങളൊക്കെ ഇന്ന ആളുകൾക്കുണ്ടോ എന്ന്. കാരണം നമ്മൾ വിശ്വാസികളാണ്. ഒരു കാര്യം ചെയ്യണതും ചെയ്യാതിരിക്കുന്നതും ആ ഖുർആന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, റസൂല് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അന്ധമായ അനുകരണമാകാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. അതിൽ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയോ? ഖുവ്വ അൽ ഖുവ്വ എന്നാണ് പ്രയോഗം. എന്ന് പറഞ്ഞാൽ കഴിവും പ്രാപ്തിയാണ്. കഴിവും പ്രാപ്തിയും എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന പോലെ അത് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏതൊരു പദവിയിലേക്കാണോ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, അത് വാർഡ് മെമ്പർ ആകാം, ബ്ലോക്ക് പഞ്ചായത്തിലേക്കാകാം, ജില്ലാ പഞ്ചായത്തിലേക്കാകാം, എവിടേക്കാണെങ്കിലും ഏതൊരു സ്ഥാനത്തേക്കാണോ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, ആ പദവി ആവശ്യപ്പെടുന്ന ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അറിവ്, കാര്യക്ഷമത, ഇതൊക്കെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന വ്യക്തിയുടെ ഫലം അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ദുനിയാവിലും നാളെ പരലോകത്ത് നമ്മളെ ബാധിക്കും. ദുനിയാവിൽ എങ്ങനെ ബാധിക്കുക? ഇവിടുത്തെ ഇപ്പോൾ പലരും പല വാർഡിലൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? നല്ല ഒരു ശുദ്ധജലം, നല്ല റോഡ്, വികസനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഇതൊക്കെ ഒരു നല്ല ഭരണാധികാരിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുക. അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ തിരഞ്ഞെടുത്ത ആളിൽ നിന്ന് പറ്റാത്ത ആളാണെങ്കിലോ, അർഹതപ്പെട്ടത് മേടിച്ചു തരാൻ കഴിയാത്തവനാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും, നെഗറ്റീവ് അനുഭവിക്കേണ്ടി വരും. പരലോകത്തോ ഒരാളുടെ ദുർഭരണം കാരണം സമൂഹത്തിന് ദ്രോഹമുണ്ടായാൽ ആ ദുർഭരണം തിരഞ്ഞെടുക്കാൻ സഹായിച്ചവർക്കും അതിൽ പങ്കു കിട്ടുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ വലിയ വിഷയമാണ്. അല്ലാണ്ട് അങ്ങനെ സമയം വരുമ്പോൾ പോയിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് വരിക എന്നതല്ല. വളരെ ആലോചിച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പോയി ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ ഒന്ന് അതാണ്, കഴിവും പ്രാപ്തിയുള്ളവരെ ഏൽപ്പിക്കുക. അൽ ഖുവ്വ എന്നാണ് ആ പ്രയോഗം. രണ്ടാമത് പറഞ്ഞത് അൽ അമാന എന്നാണ്. അമാന എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയും സത്യസന്ധതയും ഉണ്ടാകണം. ആർക്ക്? ഈ നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരുന്ന ആൾക്കാരില്ലേ, സ്ഥാനാർത്ഥികൾ, അവർക്ക് ഈ 2 ക്വാളിറ്റി ഉണ്ടാണ്, വിശ്വസ്തതയും സത്യസന്ധതയും. വ്യക്തിപരമാവട്ടെ സാമ്പത്തികമോ വ്യക്തിപരമോ ആയി മോശമായ അഭിപ്രായമില്ലാത്ത, അർഹതപ്പെടാത്തതൊരിക്കലും കൈപ്പറ്റാത്ത, വാക്കുപാലിക്കുന്ന ആളുകളായിരിക്കണമെന്ന, അഴിമതിയുടെ കറയില്ലാത്ത, സത്യസന്ധമായി ജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ലോ, എന്താ ഉമർ അള്ളാഹു പറഞ്ഞത്? പൊതുമുതൽ, പൊതുസമൂഹത്തിന് അവകാശപ്പെട്ട രാഷ്ട്രത്തിന്റെ സമ്പത്ത് യതീമിന്റെ മുതൽ കൈകാര്യം ചെയ്യുന്ന ഗൗരവത്തോടു കൂടിയാണ് ഞാൻ കൈകാര്യം ചെയ്യുക എന്ന ഉമർ അള്ളാഹു പറഞ്ഞത്. ഈ അർത്ഥത്തിൽ പൊതു സമൂഹത്തിന്റെ പണം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള,
ജനസേവനത്തെ ഒരു ആരാധനയായി കണക്കാക്കുന്ന അത്തരം ആളുകളായിരിക്കണം, സത്യസന്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം അത്തരം ആളുകൾ എന്നാണ് പറയുന്ന രണ്ടാമത്തെ കാര്യം മനസ്സിലുണ്ടാകണം. മൂന്നാമത്തത് ഖിദ്മത്താണ്. ഖിദ്മത്ത് പറഞ്ഞാൽ ജനസേവനം ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം. ഈ രാഷ്ട്രീയത്തിൻ്റെയും ഇലക്ഷൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരം പിടിക്കലല്ല, അധികാരം പിടിക്കൽ മാത്രമല്ല, പിന്നെന്തറിയോ, ജനങ്ങൾക്ക് ഗുണം ചെയ്യലാണ്. ജനങ്ങൾക്ക് ഗുണം ചെയ്യലാണ്. ജനങ്ങളെ സേവിക്കാനുള്ള മനസ്സും കാരുണ്യം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന. ചരിത്രമൊന്നും പറയാനുള്ള സമയമല്ല, ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നീതിമാനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, രാത്രി അദ്ദേഹം വേഷം മാറി നാട് ചുറ്റുന്ന കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? രാത്രി ഖലീഫ വസ്ത്രമൊക്കെ മാറിയിട്ട് വേഷം മാറി ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വേഷം മാറാം. എന്നിട്ട് ഇങ്ങനെ താൻ ഭരിക്കുന്ന നാട്ടിൽക്കൂടെ ഇങ്ങനെ നടക്കും. എന്തിനറിയോ? ആളുകളെ പ്രശ്നങ്ങൾ അറിയാൻ, വല്ല പ്രയാസങ്ങൾ ആൾക്കാർക്ക് ഉണ്ടോയെന്ന് അറിയാൻ, എന്നിട്ട് അത് തിരുത്തി കൊടുക്കാൻ, പരിഹരിച്ചു കൊടുക്കാൻ. കണ്ടോ, അതാണ് ജനസേവനം. അതിന് തയ്യാറായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെന്ന. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നിടത്ത് മുമ്പിൽ ഉണ്ടാകണം. ഒരു പ്രശ്നം ഉണ്ടാകണം, മുമ്പിൽ ഓടിയെത്തണം. നബിയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും, അവർക്ക് എന്തൊരു ഭയങ്കര ബഹളം, എന്തൊരു ശബ്ദം കേട്ടു. ആളുകളൊക്കെ പാടെ പേടിച്ചോടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഓടിപ്പോയി നോക്കി വരുമ്പോൾ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീനിയില്ലാത്ത കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വരികയാണ്. കുഴപ്പമൊന്നുമില്ല, പോയിക്കോളി എന്ന് പറഞ്ഞു. എന്താ മനസ്സിലായി? നാട്ടിലെന്തോ ബഹളം കേട്ടു, എല്ലാവരും ഭയങ്കര ബേജാറ്, പേടിച്ച്. അങ്ങനെ ആൾക്കാരൊക്കെ പാടെ അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഓടിപ്പോകുമ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തിരിച്ചു വരിക. അവിടെ പോയി നോക്കി, എല്ലാവരും എത്തിന് മുമ്പേ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അത് ജീനിയില്ലാത്ത കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ബ്രേക്കില്ലാത്ത വണ്ടി പോയി എന്നർത്ഥം. ബ്രേക്കില്ലാത്ത വണ്ടി പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത്ര അപകടം പിടിച്ച രംഗത്ത് റസൂല് പോയിട്ട് തിരിച്ചു വിട്ട് ആശ്വസിപ്പിക്കാൻ ഒന്നുമില്ല, പോയിക്കോ, അവിടെ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അതാ, ഇതാണൊരു നേതാവ്, ഇതായിരിക്കണം നേതാവ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ജനസേവനം എന്ന് പറയുന്നത് ഓഫീസിലിരുന്നിട്ട് ഉത്തരവിടലല്ല, പിന്നെ ജനങ്ങളോടൊപ്പം ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനുള്ള പ്രതിബദ്ധതയാണ് ജനസേവനം എന്ന് പറയുന്നത്. അങ്ങനെ ഖിദ്മത്ത് ചെയ്യാൻ തയ്യാറുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിരഞ്ഞെടുക്കേണ്ടതും വോട്ട് ചെയ്യേണ്ടതൊക്കെ. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കക്ഷി രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഴിവുമില്ലാത്തവനെ സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രം പിന്തുണയ്ക്കുക, അത് ശരിയല്ല. സ്ഥാനാർത്ഥിയുടെ കഴിവും യോഗ്യതയും നമ്മൾ പരിഗണിക്കണം എന്നാ. നമ്മുടെ ചില ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റണം. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? അത് കുറേ കാലമായിട്ട് അങ്ങനെ, അപ്പോൾ അതിൻ്റെ അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെയല്ല, മാറ്റങ്ങൾ വരണം. അപ്പോൾ കക്ഷി രാഷ്ട്രീയം നോക്കിക്കൊണ്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടതും പിന്തുണയ്ക്കേണ്ടതൊക്കെ. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്, ഒരു കഴിവുണ്ടാവില്ല സ്ഥാനം. എത്ര അനുഭവങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ, പല വാർഡുകളിലും. വാർഡ് തിരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്, പല വാർഡുകളും ഒരു 5 പൈസൻ്റെ കഴിവുണ്ടാവില്ല. പിന്നെ കൊടുത്തെന്തുകൊണ്ടാണ്? നമ്മളെ പാർട്ടിക്കാരനാണ്, നമ്മളെ സംഘടനക്കാരനാണ്, അതുകൊണ്ട് ഓനക്ക് തന്നെ കൊടുക്കുള്ളൂ. ആ നിലപാടൊക്കെ നമ്മൾ മാറ്റണം. ഇല്ലെങ്കിൽ അതിൻ്റെ പരിണിതി പിന്നീട് നമ്മളെ തന്നെ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയ കാര്യത്തിലൊന്നുമില്ല. അതുപോലെ തന്നെ പ്രലോഭനങ്ങളിൽ നമ്മൾ ഒരിക്കലും വീണുപോകാൻ പാടില്ല. പ്രലോഭനങ്ങളിൽ, ഇതൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് പറയേണ്ട വർത്തമാനങ്ങളാണ്. പണമാവട്ടെ, സമ്മാനങ്ങളാവട്ടെ, മദ്യം തുടങ്ങി പ്രലോഭനങ്ങൾക്ക് വഴങ്ങി വോട്ട് ചെയ്യുന്നത് വലിയ തെറ്റാണ്. അതൊരിക്കലും ചെയ്യരുത്. ഇതൊക്കെ നടക്കുന്നുണ്ട്, സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. പണം കൊടുത്തിട്ട് നിങ്ങൾ ബീഹാറിലേക്ക് കണ്ടില്ലേ, 1 കോടിയിലധികം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ചാൽ കയറിയത്. അതിന് പ്രത്യേക ആ പദ്ധതിക്ക് പ്രത്യേക പേരൊക്കെ ഉണ്ടാക്കി നേരത്തെ കൊടുക്കാൻ തുടങ്ങിയതാ. ഇലക്ഷൻ സമയത്ത് നിർത്തിവെച്ചില്ല. അതല്ലാതെയും കൊടുക്കും. നമ്മളെ നാടുകളിലേക്ക് കാണാറുണ്ടല്ലോ, പല പാർട്ടിയുടെ ആളുകളും തലേ ദിവസം വീടുകളിൽ പോയി, കോളനികളിൽ പോയിട്ട് 500, 1000 കള്ളും വെള്ളവും കൊടുക്കണ അനുഭവങ്ങളുണ്ടല്ലോ. വെറുതെ പറയണതല്ല ഇതൊന്നും, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒന്നിന് നമ്മൾ പെട്ടു. കിട്ടുന്ന 500, 1000 അല്ല, അതിനപ്പുറം നമ്മുടെ നാടിൻ്റെ ഭാവി, നമ്മുടെ പ്രദേശത്തിൻ്റെ ഭാവി, ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം എന്നാ. വൈകാരികാകാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ ജാതി, മതം, പാർട്ടി, വ്യക്തിപരമായ ബന്ധം, കുടുംബ ബന്ധം, ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. വിവേകത്തോടെ തീരുമാനിക്കാൻ കഴിയണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ വൈകാരികമായോ കുടുംബബന്ധം നോക്കിയിട്ടോ പിന്നെ വ്യക്തിബന്ധം നോക്കിയിട്ടോ ഒന്നുമല്ല നമ്മൾ ഈ സമയത്ത് ഇതൊക്കെ. കാരണം എന്താ അറിയോ? ഇതിപ്പോൾ ചെയ്തത് ആർക്കാന്ന് ചെയ്തവനക്കും പഠിച്ചവനക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ അത്ര വലിയ പാർട്ടിക്കാരാവട്ടെ, ഏത് പാർട്ടിയിൽ നടക്കണവനാവട്ടെ, ഇപ്പം നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ വിശ്വാസികളാണ്. നാളെ ഒരു പരലോകമുണ്ടെന്നും നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും വിശ്വസിക്കണവരാ. ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുമെന്ന് വിശ്വസിക്കണവരാ.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യും പടച്ചോൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ അതിനുള്ളിൽ പോയിട്ട് വോട്ട് ചെയ്താൽ അത് ചെയ്തവനും പടച്ചോനും മാത്രമേ അറിയുള്ളൂ ആർക്കാ ചെയ്തതെന്ന്. ഇതിപ്പോൾ നാട്ടുകാരോട് വിളിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ബോധത്തോടും അമാനത്താണെന്ന മനസ്സോടുകൂടിയൊക്കെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ സാധാരണങ്ങൾ ഈ വോട്ടിന് വോട്ട് ചോദിച്ചുകൊണ്ട് അനൗൺസ്മെൻറ്റിൽ കേട്ടിട്ടില്ലേ, മനസ്സാക്ഷിയുടെ അംഗീകാരം. വല്ലാത്തൊരു ഡയലോഗാണത്. നിങ്ങളെ മനസ്സാക്ഷി ഉണ്ടല്ലോ, അത് നിങ്ങൾക്കും പടച്ചവനക്കും മാത്രം അറിയുള്ളൂ. അത് ആ അർത്ഥത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കണം. ബാക്കി ചിന്തകളൊക്കെ മാറ്റി വയ്ക്കട്ടെ. നമ്മൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങളായിരിക്കണം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മനസ്സിൽ വരേണ്ടത്. നമ്മുടെ പഞ്ചായത്തിലെ, നമ്മുടെ വാർഡിലെ ദുർബലർക്ക്, വിധവകൾക്ക്, അഗതികൾക്ക്, രോഗികൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണോ അവരെ പിന്തുണയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വന്തം കാര്യം നേടുന്നവനേക്കാൾ പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്കായിരിക്കണം നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. ഇതൊരു അമാനത്താണ്, വലിയൊരു അമാനത്താണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത്. മറ്റൊരു പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. എന്നാലും എന്താ, നിങ്ങൾ അമാനത്തുകൾ അത് നിർവഹിക്കണം, അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വർത്താനുണ്ട് സൂറത്തുൽ നിസായിൽ. അവിടെ അമാനത്ത് എന്നുള്ളതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒരാൾ മറ്റൊരാളെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുകയും ആ ആൾ ഏറ്റെടുക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അമാനത്ത് എന്ന് പറയുന്ന. അപ്പോൾ വോട്ട് ചെയ്യുന്നവനും ഇതൊരു അമാനത്താണ്, സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവനും ഇതൊരു അമാനത്താണ്. രണ്ടാൾക്കും അങ്ങനെ തന്നെയാണ്. ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത്, ഈ അമാനത്ത് തിരിച്ചു നൽകേണ്ടത് അതിൻ്റെ അഹ്ലുകാർക്കാണ്. ഈ അമാനത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് അതിൻ്റെ അഹ്ലുകാർക്കാണ്. ആരാ അഹ്ലുകാർ? കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള അർഹതപ്പെട്ട ആളുകൾ, അവരാണ് അതിൻ്റെ അഹ്ലുകാർ. അവർക്കാണ് ഈ അമാനത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നൊക്കെ ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ടതൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു വർത്താനമുണ്ട്, ഇതാ ളുയ്യത്തിൽ അമാന ഫൻതുദിർ സാ. അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോളി എന്നാ പറഞ്ഞേ. അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. അമാനത്ത് എന്നുള്ളത് ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റിയതല്ല. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, എന്താ റസൂലെ അമാനത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലി. യോഗ്യരല്ലാത്തവരുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക. യോഗ്യരല്ലാത്തവന്റെ കയ്യിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക. കാര്യങ്ങൾ കൃത്യമാണല്ലോ. അത്തരമൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോളീ എന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇതൊക്കെ ദീനുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങളൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട ഹദീസും ഖുറാനും ചരിത്രമൊക്കെ നോക്കിയാൽ ദീനിൽ നിന്ന് ഇതിനെവിടെയും നമുക്ക് വെട്ടിമാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ദീനീ ബാധ്യത എന്ന രീതിയിൽ തന്നെ ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണമെന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ അവസാന സമയം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മനസ്സിൽ വരേണ്ട ഒരു 3 ചോദ്യങ്ങളുണ്ട്. എന്താ പറയുക, ഒന്ന്, ഇദ്ദേഹം എൻ്റെ പ്രാദേശിക പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിവുള്ള ആളാണോ? വാർഡിലേക്കാണല്ലോ. എൻ്റെ പ്രാദേശിക വിഷയങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമോ അതിലൊക്കെ ശരിക്കും തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ നിന്ന് നിലപാട് പറയാനും അഭിപ്രായം പറയാനും പ്രാവർത്തികമായി ഇടപെടാനൊക്കെ കഴിവുള്ള ആളാണോ? 2, പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇദ്ദേഹം സത്യസന്ധനും വിശ്വസ്തതയും പുലർത്തുമോ? അതുണ്ടാകുമോ? അല്ല അതിലെന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുമോ? 3, തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും വേണ്ടി നീതിയോടുകൂടി പ്രവർത്തിക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത വെള്ളിയാഴ്ചയുടെ മുമ്പാണല്ലോ ഇലക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ചത്. നമ്മുടെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതൊരു വെറും വോട്ടെടുപ്പല്ല. നമ്മുടെ നാടിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള വിധി നിർണ്ണയിക്കുന്നൊരു സമയമാണ്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിനും നാളെ അള്ളാഹുവോട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നീതിയുടെ, സത്യസന്ധതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട അവകാശം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് വേണം 11-ാം തീയതി രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ബൂത്തുകളിലേക്ക് പോകാൻ. നീതിയും ധർമ്മവും നിലനിർത്താൻ ഏറ്റവും അർഹതപ്പെട്ട കഴിവുള്ള ആളുകളെ ഈ മേഖലയിലേക്ക് തിരഞ്ഞെടുക്കാൻ പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.